വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് 2 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക് ഇടുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 2 കണ്ട് കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി. നന്നായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിൽ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഓരോരോ കഷ്ണങ്ങളാക്കി പറക്കിയിട്ട് കൊടുക്കാം. ആഗോലിയാണ്, നല്ല ഫ്രഷ് മീനാണ്. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് ഇളക്കണ്ട. അടച്ചു വെച്ച് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറുകി നല്ല സൂപ്പർ മീൻ കറി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം.